ടീമും കോളേജ് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ കാണുന്നത് ഹാളിൽ വല്യമ്മച്ചിയുടെ അടുത്ത് ഓരോന്നും പറഞ്ഞിരിക്കുന്ന ചിന്നൂട്ടിയാണ്. ഇന്നവർ പോകുമെന്ന് കേട്ടപ്പോൾ ഒത്തിരി വിഷമത്തിലായിരുന്നു. ചിന്നൂസേ, അനു അവളുടെ അടുത്തേക്ക് ഇരുന്നു കൊണ്ട് വിളിച്ചു. അനു ആൻറ്റി. ചിന്നുവും അവളെ കണ്ടതും അവളുടെ മടിയിലേക്ക് കയറിയിരുന്നു. അല്ല, അപ്പൊ ചിന്നൂട്ടി പോയില്ലേ? ഇല്ല, എൻ്റെ അച്ഛൻ വന്നു, പോവണ്ടാന്ന് പറഞ്ഞു. എന്നിട്ട് എവിടെ അച്ഛൻ? നോറ ചോദിച്ചു. ഡേ വരുന്നു. മുകളിൽ നിന്നും സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന നോബലിനെ ചൂണ്ടി ചിന്നു പറഞ്ഞതും ബാക്കി 3 പേരും ഞെട്ടി. ഇനി കൊച്ചിന് മാറിപ്പോയോ എന്നുവരെ അവർ ചിന്തിച്ചു. നോബൽ 3 പേരുടെയും തലയിലൊന്ന് കൊട്ടി. പിന്നെ ചിന്നൂട്ടിയെ എടുത്ത് അവിടെ സെറ്റിയിലേക്കിരുന്നു. അതെ, എന്താ ഇപ്പൊ ഇവിടെ ഉണ്ടായത്? കല്യാണം കഴിയാത്ത നോബിച്ചൻ എങ്ങനെയാ ചിന്നൂട്ടിയുടെ അച്ഛനായേ? കുട്ടിയുണ്ടാവാൻ കയ്യാനം കച്ചണ്ട. ചിന്നൂട്ടിയുടെ കൗണ്ടർ വന്നതും 3 പേരും കണ്ണും തള്ളി തിന്നു. ഭർത്താവേ, ഈ കുരുപ്പിന് ഇതെവിടുന്നാ കിട്ടിയേ എന്നും പറഞ്ഞ് നോബി കൊച്ചിനെ നോക്കി പ്പിച്ചു. ചിന്നൂട്ടി, ആരാ മോളോട് അങ്ങനെ പറഞ്ഞേ? വല്യമ്മച്ചി ചോദിച്ചു. അതുണ്ടല്ലോ, ഡാനി ചാച്ചിയോട് അച്ഛ പറഞ്ഞതാ. വല്യമ്മച്ചി നോബിയെ കണ്ണുരുട്ടിക്കൊണ്ട് നോക്കി. നോബി പല്ലിളിച്ച് കൊച്ചിനെയും എടുത്ത് അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. ഡീ മക്കളെ, പോയി ഫ്രഷായി എന്നതാന്ന് വെച്ചാൽ കഴിക്കാൻ നോക്ക്. വല്യമ്മച്ചി പറഞ്ഞതും 3 റൂമിലേക്ക് പോയി. ഫ്രഷായി വന്നപ്പോൾ തന്നെ പടകൾ ആദ്യം ചാരുവിന്റെ അടുത്തേക്ക് ചെന്നു. ചാരുവിനോട് ചോദിച്ചപ്പോഴാണ് സംഭവം അവർക്ക് കത്തിയത്. എന്തായാലും 3 പേരും ഇച്ചായന്മാരുടെ കെട്ടിന് അടിപൊളിയാക്കണമെന്ന ആവേശത്തിലാണ്. എടാ ഡെന്നി, ഇതാ നീ ചോദിച്ച ഡീറ്റെയിൽസ്. മനു ഒരു ഫയല് കൊടുത്തുകൊണ്ട് പറഞ്ഞു. പിന്നെ അത് തുറന്നു നോക്കി. ലൂക്കച്ചൻ പറഞ്ഞ പിള്ളേരുടെ ഡീറ്റെയിൽസ് ആണ്. ഇനി എന്താ നിന്റെ പ്ലാൻ? ജോ ചോദിച്ചു. ഈ കിട്ടിയ വിവരങ്ങൾ വെച്ചൊരു പ്രാഥമിക അന്വേഷണം നടത്തണം, ബാക്കിയുള്ളതൊക്കെ പിന്നീട്. എടാ, പക്ഷെ അത് കുറച്ച് റിസ്ക് ആകും. ഒരു അന്വേഷണം എന്നൊക്കെ പറഞ്ഞാ നേരിട്ടല്ലാതെ പല വ്യക്തികൾ വഴി നമുക്ക് അന്വേഷിച്ചു നോക്കാം. ഒരിക്കലും അതിന് പിന്നിൽ നമ്മളുണ്ടെന്ന് അറിയാത്ത വിധം ഡെന്നി വീണ്ടും പറഞ്ഞു. വീണ്ടും ഓരോ ചർച്ചകളിലേക്ക് പോയി അവർ. ഡെന്നിയുടെ ഫോൺ അടിക്കുന്ന ശബ്ദം കേട്ടതും അവർ സംസാരം നിർത്തി. ഫോൺ എടുത്ത് ഹലോ എന്ന് പറഞ്ഞു. ഹലോ മിസ്റ്റർ ഡെന്നീസ് എബ്രഹാം, ഹു ഇസ് ദിസ്? നിന്റെ എടാ ഡെറി, നീ ആയിരുന്നോ? പിന്നെ നീ ആരാണെന്ന് വിചാരിച്ചു? നീ ഇതെവിടെയാ? ഒരു വിവരവും ഇല്ലല്ലോ. ഇടയ്ക്ക് ക്രിസ്റ്റി വിളിച്ചിരുന്നു, അന്ന് നീ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ ഔട്ട് ഓഫ് കൺട്രി ആയിരുന്നു, ഇന്നാ തിരിച്ചു വന്നേ. അല്ല, നിന്റെ കെട്ട് കഴിഞ്ഞെന്ന് കേട്ടു. ആരാ? നിന്റെ ആ മൗനപ്രണയം തന്നെയാണോ? യെസ്, ഡെന്നി ചിരിയോടെ അവനോട് പറഞ്ഞു. ഓ, അപ്പം മോൻ ഹാപ്പി ആയല്ലോ. അല്ല, എങ്ങനെ ഇത്ര പെട്ടെന്ന് നീ വീഴ്ത്തി? അതൊക്കെ ഒരു കഥയാണ് മോനെ. ഈ വരുന്ന സൺഡേ റിസപ്ഷനാ. അന്ന് നീ എന്തായാലും നിന്റെ പെണ്ണിനെയും കൂട്ടി റിസപ്ഷന് വാ. ആ ഓക്കെ. ഡെറി ഫോൺ വെച്ചു. ആരാ ഡെന്നി വിളിച്ചത്? ഡെറിയാടാ. ആഹാ, അവനിപ്പോ എവിടുന്ന് വന്നു? അവനിവിടെ ഉണ്ടായിരുന്നില്ല. വന്നപ്പോ ക്രിസ്റ്റി പറഞ്ഞു കല്യാണം കഴിഞ്ഞത്. അതിനെക്കുറിച്ച് അറിഞ്ഞപ്പോ വിളിച്ചതാ. അല്ല, നീ അർജുനെയും അരുന്ധതി മാമിനെ ഒന്നും വിളിക്കുന്നില്ലേ? ഓഫ് കോഴ്സ്, അവരെ വിളിക്കണം ബെന്നി പറഞ്ഞു. അവർ 3 പേരും വീണ്ടും വർക്കിലേക്ക് കടന്നു. ഈ ആഴ്ചയിൽ തീർക്കേണ്ട കുറച്ച് അർജന്റ് വർക്ക് ഉള്ളത് കൊണ്ട് തന്നെ അതെല്ലാം ഒരുവിധം ഒതുക്കി വെക്കുകയാണ്. റിസപ്ഷനും മറ്റു തിരക്കുകളും ആകുമ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല. എല്ലാം തീർത്ത് വീട്ടിലേക്ക് ഇറങ്ങുമ്പോൾ നേരം ഒത്തിരി ആയിരുന്നു. എങ്കിലും അധികം വൈകാതെ അവർ വീട്ടിലേക്ക് പോയി. ഡെന്നിയെ വിളിച്ച് ഡെറി ഫോൺ വെച്ചു. ബെഡിൽ കിടക്കുന്ന തന്റെ പെണ്ണിന്റെ അടുത്തേക്കിരുന്നു. തന്റെ പ്രണയം ഏറ്റുവാങ്ങി കിടക്കുന്നവളെ കണ്ടതും അവന്റെ ഉള്ളിൽ അവളോടുള്ള പ്രണയം നിറഞ്ഞു. അവിചാരിതമായി തന്നിലേക്ക് വന്നു ചേർന്ന തന്റെ പെണ്ണ്. ഡെറി അവളുടെ മുഖത്തേക്ക് വീണ് കിടക്കുന്ന മുടി ചെവിക്ക് പുറകിലായി വെച്ചുകൊടുത്തു. കുഞ്ഞിക്കവളിലൊന്ന് മുത്തി. ഇച്ചായ, അവൾ കുറുകിക്കൊണ്ട് നെഞ്ചിലേക്ക് ചേർന്ന് അവനെ കൈകൊണ്ട് അവളിലേക്ക് ചേർത്ത് പിടിച്ചു. ഡെറി അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് തലയിലൊന്ന് തഴുകി. തേവള്ളിപ്പറമ്പിൽ ഡെറിക് മിഖായേൽ. ഡെറിയും ഡെന്നിയും ക്ലാസ്മേറ്റ്സ് ആണ്. ഡെന്നിയുടെ കൂടെ ബിസിനസ്സിലും ഒരുമിച്ചുണ്ടായിരുന്നു. ഡെന്നിയുടെ പ്രിയ സുഹൃത്തുക്കളിൽ ഒരാൾ. ഡെറിയുടെ പ്രണയമാണ് ആദ്യ അലക്സ്, അവന്റെ കുഞ്ഞി. ഒരു പക്ഷേ അവൻ ഒരിക്കലും നനയ്ക്കാതെ അവന്റെ ലൈഫിലേക്ക് വന്നവൾ. ഇന്ന് അവളെന്ന് വെച്ചാൽ പ്രാണനാണ് അവന്. അവളിൽ തുടങ്ങി അവളിൽ അവസാനിക്കുന്നതാണ് അവന്റെ ഓരോ ദിവസവും. അധികം ഒച്ചയും ബഹളവും ഇല്ലാത്തൊരു സാധാരണ പെൺകുട്ടിയാണ് ആദ്യ. പതുങ്ങിയ ശബ്ദവും ഏത് സമയവും മുഖത്ത് ഒരു പുഞ്ചിരിയോടെ നിൽക്കുന്നവളും. ഒരിക്കൽ ആ ഹൃദയത്തിൽ മറ്റൊരാളോടുള്ള പ്രണയമായിരുന്നു. പക്ഷെ വിധി അവരെ തമ്മിൽ വേർപിരിച്ചു. അല്ലെങ്കിൽ ആരൊക്കെയോ ചേർന്ന് അകറ്റിയെന്ന് തന്നെ പറയാം. ആ വിധിയിൽ എനിക്ക് അവളുടെ പ്രണയം വിലക്കപ്പെട്ടു. എന്നാൽ ആ വിധി തന്നെ അവൾ എനിക്ക് മാത്രം വിധിക്കപ്പെട്ടവളായി. ഓരോന്നും ആലോചിച്ച് കിടക്കുമ്പോഴാണ് അവന്റെ നെഞ്ചിൽ കിടക്കുന്നവൾ എഴുന്നേൽക്കുന്നത്. അതറിഞ്ഞതും അവന്റെ ശ്രദ്ധ അവളിലേക്കായി. കണ്ണുകൾ ചിമ്മി തുറന്ന് മുഖമുയർത്തി നോക്കിയപ്പോൾ അവൾ കാണുന്നത് അവളെ തന്നെ നോക്കി കിടക്കുന്ന ഡെറിയാണ്. അവന്റെ നോട്ടം കണ്ട് അവൾ അവനെ നോക്കി എന്താണെന്ന് ചോദിച്ചു. അവൻ അവളുടെ അടുത്തേക്ക് മുഖം കുനിച്ചു. അവളുടെ നെറ്റിയിലൊന്ന് മുത്തി. അവൾ ചിരിച്ച് കണ്ണുകൾ അടച്ചത് സ്വീകരിച്ചു. അവൾ എഴുന്നേൽക്കാൻ നിന്നതും അവൻ അവളെ പിടിച്ചു വെച്ചു. ഇച്ചായ, അവൾ പതിയെ വിളിച്ചു. ആ. അവൻ മൂളിക്കൊണ്ട് അവളുടെ കവളിലൊന്നും മുത്തി. വിടന്നേ, ഞാൻ ഫ്രഷ് ആയിട്ട് വരാം, നമുക്ക് ഒരുമിച്ച് ഫ്രഷ് ആകാം. അവൻ കള്ളച്ചിരിയോടെ പറഞ്ഞ് അവളെ അവനിലേക്ക് ചേർത്ത് പിടിച്ചു. കുഞ്ഞി അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി.
ഡെറി അതൊന്നും കാര്യമാക്കാതെ അവളെയും കൊണ്ടൊന്നും അറിയുന്നതിന് മുൻപേ അവൾ അവന്റെ കയ്യിൽ നിന്നും ചാടി എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് ഓടി. എടി, നിന്നെ എന്റെ കൈ കിട്ടും, ഡെറി ബെഡിൽ കിടന്ന് വിളിച്ചു പറഞ്ഞു. നന്ദനും ഫുക്രുവും എത്തിയതും ഒരു മേളം തന്നെയായിരുന്നു. കോളേജിൽ നിന്നും പിരിഞ്ഞതിൽ ഇങ്ങനെ കൂടിയിട്ടില്ല. ഫാമിലിയോടൊപ്പം കൂടുമെങ്കിലും അവർ ഒറ്റയ്ക്ക് കുറവായിരുന്നു. പാട്ടും കഥപറച്ചിലും എല്ലാം കൂടി ഫ്ലാറ്റിൽ ആകെ ഒരു ബഹളം തന്നെയായിരുന്നു. ഇടയിൽ ഫുക്രുവിന് കോള് വന്നു. അത് എടുത്തു മാറി നിന്നു. ഹലോ അളിയോ, എന്താണ്? എന്റെ പെങ്ങളൊരു സാധനം ഇവിടുന്ന് പോയിട്ട് എത്തിയെന്ന് പറഞ്ഞ് വിളിച്ചതാ. പിന്നെ വിളിയൊന്നുമില്ല. ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ അവൾ എടുക്കുന്നതുമില്ല. ആ, അപ്പ അതാണ്. അവൾ ഇവിടെയുണ്ട്. ഫോൺ റൂമിലാണെന്ന് തോന്നുന്നു. ഞാൻ ഫോൺ കൊടുക്കാം. ആ, ഡെന്നി ഒന്ന് മൂളി. ഫുക്രു ഫോണുമായി ദക്ഷയുടെ അടുത്തേക്ക് ചെന്നു. അവൾക്ക് നേരെ ഫോൺ നീട്ടി. അവൾ അവനോട് ആരാണെന്ന് ചോദിച്ചിട്ടും ഫുക്രു ഒന്നും തന്നെ പറഞ്ഞില്ല. ഫോൺ വാങ്ങി ഹലോ എന്ന് ചോദിച്ചു. എടി, നിന്റെ ഫോൺ എവിടെ? ഫോൺ ചെവിയിൽ വെച്ചതും ഡെന്നിയുടെ അലർച്ച കേട്ട് അവളൊന്ന് ഞെട്ടി. അത് ചാർജിലിട്ടിരിക്കുക. അവൾ വിക്കിക്കൊണ്ട് അവനോട് മറുപടി പറഞ്ഞു. ഡെന്നി അതിനും ഒന്ന് മൂളി. ഫ്രൈഡേ മോർണിംഗ് ഇങ്ങ് വന്നേക്കണം. പള്ളി വെച്ച് ശനിയാഴ്ച കെട്ട് നടത്തണമെന്ന് വല്യപ്പച്ചനും വല്യമ്മച്ചയും ആഗ്രഹം പറയുന്നുണ്ട്. പിന്നെ നിന്റെ വീട്ടിൽ പോകണ്ടേ? അത് പിന്നെ എന്താ, പോകണ്ടേ? പോണം, ദക്ഷ താല്പര്യമില്ലാതെ പറഞ്ഞു. പേടിക്കണ്ട, ആരും ഒന്നും പറയില്ല. നമുക്ക് ഒരുമിച്ച് പോകാം. ആ, പിന്നെ നാളെ MD ആയിട്ട് ജോയിൻ ചെയ്യുവാണെന്ന് കേട്ടു. ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഇത്രയും കാലം നീ കഷ്ടപ്പെട്ട് നേടിയെടുത്തൊരു സ്ഥാനമാണ് നിനക്ക് കിട്ടാൻ പോകുന്നത്. ബിസിനസ് എന്ന് പറയുന്നത് ഒരു മത്സരമാണ്. ചിലപ്പോഴൊക്കെ അടിപതറി പോയേക്കും. എങ്കിലും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകണം. തോൽവികൾ ഉണ്ടെങ്കിലും വിജയത്തിന് മധുരം കൂടൂ. കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഭാര്യയായി അറിയപ്പെടുന്നതിനേക്കാൾ നീ ദുർഗാദക്ഷയായി അറിയപ്പെടാനാണ് എനിക്കിഷ്ടം, ഡെന്നി അവളോട് പറഞ്ഞു. ദക്ഷയുടെ ചുണ്ടിൽ ചിരി വിടർന്നു. ഓരോ നിമിഷവും അവനോടുള്ള ബഹുമാനവും സ്നേഹവും ആരാധനയും കൂടുന്നത് പോലെ. വെക്കുക, നാളെ വിളിക്കാം. ഇന്ന് നിന്നോട് വഴക്കൂടാനുള്ള ഒരു മൂഡില്ല. ഗുഡ് നൈറ്റ് വൈഫി. അത്രയും പറഞ്ഞ് ഡെന്നി ഫോൺ വെച്ചു. ദക്ഷ ചിരിച്ചുകൊണ്ട് അവിടെ നിന്നു. ഡെന്നിസ് എബ്രഹാം, തന്റെ താലിയുടെ അവകാശി, അവിചാരിതമായി തന്നിലേക്ക് വന്നു ചേർന്നവൻ. അവളുടെ ചിന്തകൾ ഡെന്നിയെ ചുറ്റിയായിരുന്നു. അടിയും വഴക്കുമെല്ലാം അവളുടെ മനസ്സിൽ തെളിഞ്ഞു വന്നു. എല്ലാം കഴിഞ്ഞ് വീണ്ടും അവന്റെ അരികിലേക്ക് എത്താൻ ഹൃദയം കൊതിക്കുന്നത് പോലെ. അകലെയിരിക്കുമ്പോൾ അടുത്തിരിക്കാൻ തോന്നും, കാണാതിരിക്കുമ്പോൾ കാണാൻ തോന്നും, മിണ്ടാതിരിക്കുമ്പോൾ മിണ്ടാനും തോന്നും. എന്നാൽ ബുദ്ധി അങ്ങനെയൊന്നും ഇല്ലെന്ന് പറയുമ്പോൾ ഹൃദയം അങ്ങനെയാണെന്ന് മനസ്സിനോട് വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. പിറ്റേന്ന് രാവിലെ നേരത്തെ എഴുന്നേറ്റു ദക്ഷ. അടുക്കളയിൽ ചെന്ന് ഫുഡെല്ലാം റെഡിയാക്കി. എല്ലാം ഡൈനിങ് ടേബിളിൽ എടുത്തു വെച്ചപ്പോഴേക്കും ജോഗിങ്ങിന് പോയവരെല്ലാം തിരിച്ചു വന്നു. എല്ലാവരോടും ഫ്രഷായി വരാൻ പറഞ്ഞു. അവൾ ഫുഡ് എടുത്തു വെച്ചു. കുറച്ചു കഴിഞ്ഞതും ഓരോരുത്തരായി ഒരുങ്ങി വന്നു. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചു. ബാക്കിയുള്ളവരെല്ലാം ഓഫീസിലേക്ക് ഇറങ്ങി. ദക്ഷ കുറച്ചു കഴിഞ്ഞേ പോകുന്നുള്ളൂ. അവര് പോയി കഴിഞ്ഞതും ദക്ഷ റെഡിയാകാൻ നിന്നു. കംപ്ലീറ്റ് ഒരു വൈറ്റ് ബിസിനസ് സ്യൂട്ട് അണിഞ്ഞു. കഴുത്തിൽ നേർത്ത ചെയിൻ, ഡെന്നിയെ ചാർത്തിയ താലിമാലയിട്ട് മുടിയൊന്ന് വിടർത്തിയിട്ട് നിൽക്കുന്നവളെ കാണാൻ ഒരു പ്രത്യേക ഭംഗി തോന്നിച്ചു. അവൾ ഫോൺ എടുത്ത് കുറച്ചു നേരം ആലോചിച്ചു നിന്നു. പിന്നെ എന്തും വരട്ടെ എന്ന രീതിയിൽ അവൾ വിളിച്ചു. ഫോൺ അറ്റൻഡ് ആകും വരെ അവളുടെ നെഞ്ച് പടപട എന്നിടിക്കാൻ തുടങ്ങി. ഹലോ. മറുവശത്ത് നിന്ന് ശബ്ദം കേട്ടതും അവൾ കുറച്ചു നേരം മിണ്ടാൻ നിന്നു. എന്താണ് എൻ്റെ ദുർഗക്കൊച്ചെ മിണ്ടാതിരിക്കുന്നേ? എനിക്ക് ഇങ്ങനെയുള്ള എൻ്റെ ദുർഗക്കൊച്ചിനെ വേണ്ട കേട്ടോ. എപ്പോഴും തൊട്ടാപ്പൊള്ളുന്ന ദുർഗയെ മതി. ഡെന്നിയുടെ സംസാരം കേട്ടതും അവളിൽ എന്തോ വല്ലാത്തൊരു ധൈര്യം നിറഞ്ഞു. ദക്ഷ മറുപടിയൊന്നും പറഞ്ഞില്ല. അവൾ വേഗം കോള് കട്ട് ചെയ്തു. അതേസമയം ഡെന്നിയുടെ മെസ്സേജും വന്നു. ഗിവ് യുവർ ബെസ്റ്റ് ആൻഡ് ഓൾ ദ ബെസ്റ്റ്. ആ മെസ്സേജ് വായിച്ചതും അവളുടെ മുഖത്തൊരു ചിരി ഉണ്ടായിരുന്നു. ആ ചിരിയോടെ തന്നെ അവൾ ഫ്ലാറ്റിൽ നിന്നും ഇറങ്ങി. താഴെ അവൾക്ക് വേണ്ടി കാറ് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അനുവും ടീമും കോളേജിലേക്ക് പോകാൻ ഒരുങ്ങിയാണ്. ഇന്ന് കഴിഞ്ഞ സെംബ്രേക്കാണ്. നാളെ മുതൽ ലീവാ. അതുകൊണ്ട് തന്നെ റിസപ്ഷൻ അടിച്ചു പൊളിക്കണമെന്ന സന്തോഷത്തിലാണ് 3 പേരും. താഴെ ചെന്ന് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോഴാണ് ഡെന്നിയുടെ അപ്പച്ചിമാര് വരുന്നത്. പിന്നെ അവരും ഭക്ഷണം കഴിക്കാനിരുന്നു. ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിരുന്നപ്പോൾ നോബലിന്റെയും ചാരുവിന്റെയും കാര്യം ചർച്ചയിൽ വന്നു. എല്ലാവരും കുടുംബത്തിലേക്ക് ഓരോ ദരിദ്രവാസി പെണ്ണുങ്ങളെയാണോ വിളിച്ചുകൊണ്ടുവരുന്നത്? ടെസ പറഞ്ഞു. അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങളും അങ്ങനെ തന്നെയല്ലേ ടെസ ചേച്ചി? അനു അവളെ നോക്കി. എന്നെയും ഇവളെ കമ്പയർ ചെയ്യണ്ട. ചെരുപ്പ് തുടയ്ക്കാൻ പോലും യോഗ്യതയില്ല ഇവൾക്കൊന്നും. അത് ശരിയാ, പക്ഷെ ഒരു കാര്യം, ട്രീസ ചേച്ചിക്ക് ആ ചെരുപ്പിന്റെ യോഗ്യത പോലും ഇല്ല, സേറ പറഞ്ഞു. ട്രീസ സേറയെ അടിക്കാൻ വേണ്ടി കൈ ഉയർത്തിയതും അവളുടെ കൈ സ്റ്റീഫൻ തടഞ്ഞു. നിന്റെ പിഴച്ച നാവുകൊണ്ട് എനിക്കെന്നും കുടുംബത്തിന് മുൻപിൽ തലകുനിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട് കൂടെ കൂട്ടിയ നിന്നെ അത്ര ഇഷ്ടമായതുകൊണ്ടാണ്. എൻ്റെ മമ്മയും പപ്പയും ആദ്യമേ പറഞ്ഞത് അയ്യൊരു ബന്ധം വേണ്ടെന്ന്. പക്ഷെ നിന്നെ മറക്കാൻ എനിക്ക് കഴിയില്ല എന്നതുകൊണ്ട് മാത്രമാണ് എൻ്റെ മമ്മ എനിക്ക് അതിനുള്ള സമ്മതം തന്നത്. കല്യാണം കഴിഞ്ഞതു മുതൽ സ്വഭാവത്തിലുണ്ടായിരുന്ന മാറ്റം അതെന്നെ വേദനിപ്പിച്ചെങ്കിലും ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞൊരു കുഞ്ഞിനെ നിനക്ക് തരാൻ കഴിയില്ല എന്നറിഞ്ഞിട്ടും നിന്നെ എന്നും ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ. എന്നിട്ട് നീ നിന്റെ ഈ വിഷം തുപ്പുന്ന നാവ് കൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കുകയാണ്. ഇവരെയൊക്കെ കുറച്ച് കാണുന്നതിന് മുൻപ് നിന്റെ കുറവുകൾ നീ ആദ്യം മനസ്സിലാക്കണം. നിന്റെ കുറവുകളെ മറച്ചു വെച്ച് മറ്റുള്ളവരുടെ കുറവിനെ ചൂണ്ടിക്കാണിക്കാൻ നിനക്ക് ഒരു യോഗ്യതയുമില്ല.
ഇനി നീ ഇവിടെ വേണ്ട. നീ ഇല്ലെങ്കിലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഭംഗിയായി കഴിഞ്ഞു പോകും. നീയും നിന്റെ നാവും അത് മറ്റുള്ളവർക്ക് വേദന നൽകും. നിന്റെ വീട്ടിൽ കൊണ്ടാക്കാം. നിന്നെ എൻ്റെ ജീവിതത്തിൽ ഇനിയും മുൻപോട്ട് കൊണ്ടുപോകണമെന്ന് ഇതോടെ തീരുമാനിക്കാം. സ്റ്റീഫൻ അത്രയും പറഞ്ഞ് ആരെയും നോക്കാതെ ട്രീസയുടെ കയ്യിൽ പിടിച്ചു വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി. ട്രീസ എന്തൊക്കെയോ പറയുന്നുണ്ടെങ്കിലും സ്റ്റീഫൻ അതൊന്നും തന്നെ ചെവിക്കൊള്ളുന്നില്ല. സ്റ്റീഫൻ ഒരു പതുങ്ങിയ ടൈപ്പാണ്. എല്ലാവരോടും ഒരു ചിരിയോടെ സംസാരിക്കുന്നവൻ, സ്വന്തമായ ഒരു സൂപ്പർ മാർക്കറ്റ് നടത്തി അതിലെ വരുമാനത്തിൽ ജീവിക്കുന്നവൻ. ട്രീസ വന്നെങ്കിലും അവന്റെ സ്വഭാവത്തിൽ മാറ്റം ഒന്നും ഉണ്ടായിരുന്നില്ല. പോകുന്നത് നോക്കി സ്റ്റീഫന്റെ അമ്മ അവിടെ നിന്നു. അവരുടെ കണ്ണുകൾ നിറഞ്ഞു. എന്റെ വേദനയോർത്ത് ബാക്കിയുള്ളവർക്കും സങ്കടം തോന്നി. ദക്ഷയുടെ കാർ വന്ന് നിന്നതും കാറിന് ചുറ്റും മീഡിയ നിരന്നു നിന്നു. അപ്പോഴേക്കും അരുണും ശരത്തും കാറിന്റെ അടുത്തേക്ക് വന്നു. കാറിന്റെ ഡോർ അവൾക്ക് വേണ്ടി തുറന്നു കൊടുത്തു. അരുൺ അവളുടെ കയ്യിൽ പിടിച്ച് അകത്തേക്ക് നടന്നു. ഒരു പെൺകുട്ടി ബൊക്കയുമായിട്ട് വന്ന് അവൾക്ക് നേരെ നീട്ടി. വെൽക്കം മാം. താങ്ക് യു. അവർ നേരെ പോയത് മീറ്റിംഗ് ഹാളിലേക്കാണ്. ഓഫീസിലെ എല്ലാവരും ഹാളിൽ ഇരിക്കുന്നുണ്ട്. നന്ദൻ മൈക്കെടുത്ത് എല്ലാവർക്കും മുൻപിലേക്ക് വന്നു നിന്നു. ഗുഡ് മോർണിംഗ് ഓൾ. ഇന്നത്തെ ദിവസം നമ്മുടെ കമ്പനിയുടെ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട MD ഇന്ന് ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഇത്രയും കാലം ഓരോ തിരക്കുകളിൽപ്പെട്ട് മാറി നിന്നെങ്കിലും നമുക്കൊപ്പം തന്നെ നമ്മുടെ കമ്പനിയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഓരോ നിർദ്ദേശവും നൽകി മുന്നോട്ട് നയിച്ചത് MDയുടെ സപ്പോർട്ടും പിന്തുണയുമാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഞാൻ എന്താ ഇങ്ങനെ പറയുന്നേ, സ്വന്തം കമ്പനിയല്ലേ, അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യേണ്ടതും അതിൻ്റെ വളർച്ചയ്ക്ക് അവർക്ക് ലാഭമുണ്ടാകുന്നതല്ലേ എന്ന്. എന്നാൽ ഇവിടെ ഒരു വ്യത്യാസമുണ്ട് പറഞ്ഞ് നന്ദു മൈക്ക് അരുണിന്റെ കയ്യിൽ കൊടുത്തു. അരുൺ ഒരു ചിരിയോടെ പറഞ്ഞു തുടങ്ങി. ഒരു MDയുടെ അധികാരത്തിലിരുന്ന് ഒരിക്കലും ഒരു നിർദ്ദേശം നൽകാതെ നമുക്കൊപ്പം നിന്ന് വർക്ക് ചെയ്തു. നമ്മുടെ കൂടെയുള്ളവരെ ഒരു ഫാമിലിയായി കണ്ട് അവരുടെ എല്ലാ വിഷമങ്ങളും സാഹചര്യവും മനസ്സിലാക്കുന്ന ഒരു MDയെ കിട്ടുമ്പോൾ നമ്മൾ ഹാപ്പി അല്ലേ? യെസ്. എല്ലാവരും ഒരേ സ്വരത്തിൽ അതെ എന്ന് പറഞ്ഞു. കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഞാൻ എന്തായാലും വെൽക്കം ചെയ്യുകയാണ് നമ്മുടെ MDയെ, ദുർഗ ദക്ഷ ഡെന്നീസ് എബ്രഹാം. എല്ലാവരും കയ്യടിയോടെ അവളെ വെൽക്കം ചെയ്തു. അരുൺ അവളുടെ കയ്യിലേക്ക് മൈക്ക് കൊടുത്തു. ദക്ഷ അവന്റെ കയ്യിൽ നിന്നും മൈക്ക് വാങ്ങി. ഹായ് ഓൾ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് സന്തോഷമുണ്ട് കഴിഞ്ഞ 2 കൊല്ലം കൊണ്ട് നിങ്ങൾ എല്ലാവരും നമ്മുടെ കമ്പനിക്ക് വേണ്ടി പ്രവർത്തിച്ചതിൽ. ഇനി മുന്നോട്ടും നിങ്ങളുടെ സപ്പോർട്ടും പിന്തുണയും ഉണ്ടായിരിക്കണം. നിങ്ങളുടെ കൂടെ നിങ്ങളിൽ ഒരാളായി ഞാനും ഉണ്ടാകും. പിന്നെ എപ്പോഴും ഞാനിവിടെ ഉണ്ടാവില്ല. നാട്ടിൽ എനിക്ക് കുറച്ച് കമ്മിറ്റ്മെന്റ് ഉണ്ട്. മാം, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? യെസ്, ചോദിച്ചോളൂ. ഡെന്നിസ് എബ്രഹാം എന്നുള്ളത്? നോ ഡൗട്ട്, ഹീസ് മൈ ഹസ്ബൻഡ്. അപ്പോൾ ഡൗട്ടെല്ലാം ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഒരു കാര്യം കൂടി പറയുക, വർക്കിലെല്ലാം പക്ക ആയിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. തെറ്റ് കണ്ടാൽ പണിഷ്മെന്റ് ഉറപ്പാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. വൺസ് അഗൈൻ താങ്ക് യു. അത്രയും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. അരുന്ധതി ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് അർജുൻ പെർമിഷൻ ചോദിച്ച് അകത്തേക്ക് വന്നത്. കൂടെ വേറൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ഒറ്റനോട്ടത്തിൽ അതാരാണെന്ന് അവർക്ക് മനസ്സിലായിരുന്നു. ആ, ആരിത്? മിസ്റ്റർ DJയോ? അരുന്ധതി അവനോട് ചിരിയോട് ചോദിച്ചു. ഹായ് ആൻറ്റി, ആൻറ്റിക്ക് സുഖമാണോ? ഈ റീഎൻട്രി അടിപൊളിയായിട്ടുണ്ട്. താങ്ക്സ് ഡെന്നി. അല്ല, എന്താ പതിവില്ലാതെ ഇങ്ങോട്ട്? എനി ഒഫീഷ്യൽ? നോ, ഇറ്റ്സ് പേഴ്സണൽ. അടുത്ത സൺഡേ എൻ്റെ വെഡ്ഡിംഗ് റിസപ്ഷൻ ആണ്. ആൻറ്റി തീർച്ചയായിട്ടും വരണം. ഓ, കൺഗ്രാറ്റുലേഷൻ. തീർച്ചയായിട്ടും ഞാൻ വരും. അരുന്ധതി ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു. ആൻറ്റിയുടെ ഡൈഹേർട്ട് ഫാനാണ് എൻ്റെ വൈഫ്. അതുകൊള്ളാലോ. ലോകമൊട്ടാകെ അറിയപ്പെടുന്ന DJയുടെ ഭാര്യയ്ക്ക് എന്നെ ഇഷ്ടമാണെന്ന് അറിഞ്ഞതി സന്തോഷം. അരുന്ധതി കളിയോടെ പറഞ്ഞു. ഡെന്നി ചിരിച്ചു. കുറച്ചു നേരം കൂടി അവരോട് സംസാരിച്ചു കഴിഞ്ഞിട്ട് ഡെന്നി അവിടെ നിന്നും ഇറങ്ങി. 2 ദിവസം വേഗത്തിൽ കടന്നുപോയി. ഇന്ന് ദക്ഷ നാട്ടിലേക്ക് വരികയാണ്. കൂടെ ഫുക്രു ഉണ്ട്. ഒറ്റയ്ക്ക് പൊക്കോളാമെന്ന് പറഞ്ഞെങ്കിലും ഫുക്രു അത് വേണ്ടെന്ന് പറഞ്ഞ് കൂടെ വന്നു. ിലേക്ക് വരാൻ നേരം ഓഫീസിലുള്ളവരെയും റിസപ്ഷന് ക്ഷണിച്ചു. ഈ 2 ദിവസം ഡെന്നി ദക്ഷയെ വിളിച്ചിട്ടില്ല. അതിന്റെ ഒരു ചെറിയ പരിഭവം അവളിലുണ്ട്. വിളിച്ചിട്ടും കോൾ എടുത്തില്ല. എയർപോർട്ടിലെത്തി ഫ്ലൈറ്റ് ഇറങ്ങി ചെന്നപ്പോൾ അവളെ പിക്ക് ചെയ്യാൻ പുറത്ത് ഡാനി ഉണ്ടായിരുന്നു. അവൾ പോകുന്ന അന്ന് ഡാനി അവിടെ ഉണ്ടായിരുന്നില്ല. എല്ലാവരെക്കാളും ദക്ഷയ്ക്ക് ഡാനിയോട് ഒരു അടുപ്പമുണ്ട്. ഡാനിക്ക് തിരിച്ചും അങ്ങനെ തന്നെയാണ്. ബാബി, ഐ മിസ് യു ലോട്ട്. ഡാനി അവളുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു. എടാ ചെക്ക, നീ നോർത്ത് ഇന്ത്യ ടൂറ് പോയപ്പോ അവിടെയുള്ളവരെ പോലെ ആയോ? ദക്ഷ അവനെ നോക്കി ചോദിച്ചു. ഈ ചേച്ചിന്ന് വിളിക്കുന്നതിനേക്കാ സുഖം ഇങ്ങനെയാണ്. ഓ, ആയിക്കോട്ടെ. നീ എപ്പോ വന്നു? വിളിച്ചപ്പോ വന്നതൊന്നും നീ പറഞ്ഞില്ലല്ലോ. ഞാൻ ഇന്നലെ നൈറ്റ് എത്തി. ഹേ ബ്രോ, എന്തൊക്കെയുണ്ട് വിശേഷം? ബാബിയുടെ എൻട്രി പൊളിച്ചോ? പിന്നെ ഇവള് സ്റ്റാർ ആയില്ലേ? ഫുക്രു അവനെ നോക്കി പറഞ്ഞു. വാ, നമുക്ക് പോകാം. ദക്ഷ പറഞ്ഞതും ഡാനി പറഞ്ഞു. ബാബി, കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്യ്, ചാച്ചൻ വരാനുണ്ട്. ഇച്ചായൻ എവിടെ പോയതാ? അപ്പൊ ബാബി അറിഞ്ഞില്ലേ? ഡൽഹി പോയതാ. എന്താണ് കാര്യം? IPS ട്രെയിനിങ് കഴിഞ്ഞ് ഞങ്ങൾക്ക് പോസ്റ്റിംഗ് കിട്ടി. അതും നമ്മുടെ സ്വന്തം നാട്ടില്. ദക്ഷ ഞെട്ടി നിൽക്കുകയായിരുന്നു.